പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. ദൈവസന്നിധിയിൽ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകി തന്നല്ലോ. ഇന്നത്തെ ഈ പ്രഭാതം എല്ലാവരും സുഖമായിരിക്കുന്നു, ശുഭമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു രാവിലെ ഈ സമയത്ത് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചാറ്റമഴയാണ്, എങ്കിലും മഴ നമുക്കൊരാശ്വാസമാണ്. വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴ പെയ്തപ്പോൾ ഒരു തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. സക്രിയാവിന്റെ പ്രവചന പുസ്തകമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ സക്രിയ പ്രവാചകൻ തന്റെ 10-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിക്കുവിൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. ആസ്ക് റെയിൻ ഫ്രം ദ ലോർഡ് at the time of the spring rain. The Lord who makes the storm clouds, and he will give them showers of rain, vegetation in the field to each man. എല്ലാ മനുഷ്യർക്കും വേണ്ടി, ദുഷ്ടന്മാർക്ക് വേണ്ടിയും നല്ലവർക്ക് വേണ്ടിയും ഒരുപോലെ മഴ പെയ്ച്ചു കൊടുക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനിന്ന് ഞങ്ങളോട് പ്രസ്താവിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം എത്ര വലിയവനാണ്. നമ്മൾ താമസിക്കുന്ന കേരളമാണ്. എന്നാൽ ചില ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെന്നാൽ അവിടെ മരുഭൂമി മാത്രമാണ്. മഴയൊക്കെ കിട്ടിയിട്ട് മാസങ്ങളും വർഷങ്ങളുമാകും. എന്നാൽ കേരളത്തിൽ അത്യാവശ്യമായിട്ട് മഴയുണ്ട്. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളം വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അത്രമാത്രം റൈറ്റ് ടൈമിൽ ദൈവം മഴ പെയ്ച്ച് നമ്മളെയും നമ്മുടെ കൃഷികളെയുമൊക്കെ ദൈവം നന്നായിട്ട് പോറ്റുന്നു. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിക്കുവീൻ എന്ന് പറഞ്ഞാൽ മഴ കിട്ടാതെ ഇരിക്കുന്ന ജനം, വരണ്ടിരിക്കുന്ന ഭൂമി. അപ്പം ഒരു വരൾച്ച വരുമ്പോൾ ഒരു മഴ കിട്ടുന്നത് നമുക്കൊരു ആശ്വാസമാണ്. കുറേ കാലങ്ങളായിട്ട് നമുക്കും ഇവിടെ മഴയില്ലാതെ ഭയങ്കര ചൂടായിരുന്നു. എന്നാൽ ഇന്നും കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മഴ പെയ്തപ്പോൾ നമുക്കൊരു കുളിർന്ന ഒരാശ്വാസമായി. ഇതുപോലെ ദൈവം നമ്മുടെ വരൾച്ചയുടെ നടുവിൽ ദൈവം ഒരു മഴ പെയ്യിക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാൻ ഒരു ദൂത് ഏൽപ്പിച്ചത് ഇതാണ്: വരണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ചിലപ്പോൾ വരൾച്ച, ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, ചിലപ്പോൾ ഞെരുക്കമായിരിക്കാം, ചിലപ്പോൾ ശാരീരികമായ വേദനയായിരിക്കാം, ചിലപ്പോൾ ചില സങ്കടങ്ങൾ, തലമുറകളെ ചൊല്ലിയുള്ള സങ്കടങ്ങളായിരിക്കാം, ചിലപ്പോൾ ഭവനത്തിൽ ഉള്ള ഭാര്യ ഭർത്താവ് ബന്ധത്തിലുള്ള വിഷയങ്ങളായിരിക്കാം. എവിടെ ആയിരുന്നാലും ഒരു വരൾച്ച ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. വരൾച്ച വരുമ്പോൾ അത്യുഷ്ണമാണ്, ഭയങ്കര വെപ്രാളമാണ്. എന്നാൽ തിരുവചനം പറയുന്നു, ആ വരൾച്ചയുടെ കാലത്ത്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിക്കുവീൻ. Praise Lord. Ask rain from the Lord at the time of the spring rain. The Lord who makes the storm clouds. അങ്ങനെ അപേക്ഷിക്കുമ്പോൾ മിന്നൽ പിണർ ഉണ്ടാക്കി ദൈവം ഏത് സസ്യത്തിനു വേണ്ടി ഭയങ്കരമായ മഴ പെയ്ച്ചു കൊടുക്കുമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൽ ഉണ്ടായിരുന്ന പ്രവാചകനായ എലിയാവിന്റെ കാലത്ത് മഴ കിട്ടാതെ ശമരിയ രാജാവും ആ പ്രദേശങ്ങളൊക്കെ മഴ കിട്ടാതെ ഇരുന്നു. അപ്പൊ അവിടെ എലിയാവ് പറയുന്നൊരു വാചകമുണ്ട്: നീയും നിന്റെ പിതൃഭവനവുമാണ് ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തോട് അനുസരണക്കേട് കാട്ടി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, ദൈവത്തെ കോപിപ്പിച്ച്
ദൈവത്തോട് മറുതലിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴ പെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷക്കാലം അവിടെ മഴ പെയ്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ അനുസരണക്കേട് കൊണ്ടും നമ്മുടെ മുൻകോപം കൊണ്ടും നമ്മുടെ എന്തെല്ലാം പാവപ്രവൃത്തികൾ കൊണ്ടും ചിലപ്പോൾ ചില നന്മകളൊക്കെ ബ്ലോക്കായി വന്നേക്കാം. എന്നാൽ അതെല്ലാം ദൈവമക്കൾ ഏറ്റുപറഞ്ഞ്, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നവർ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഏറ്റുപറഞ്ഞ് നിരപ്പാകുന്നെങ്കിൽ നഷ്ടപ്പെട്ട ആ നന്മയെല്ലാം ദൈവം മടക്കിത്തരും. വഴികളെല്ലാം ദൈവം തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷത്തിൽ മഴയെക്കുറിച്ചൊരു ചെറിയ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ 28 ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുകയും അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ശമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അവിടെ കർത്താവ് പറയുകയാണ്, വയലിലെ പുല്ലിനെ ഇങ്ങനെ ദൈവം ചമച്ച് കറക്റ്റ് ടൈമിന് അതിന് വെള്ളവും മഴയും എല്ലാം കൊടുത്ത് ഇത്ര അതിശയമായിട്ട് ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. അപ്പോൾ അല്പവിശ്വാസിയാണെങ്കിൽ പോലും ദൈവം അധികമായിട്ട് നന്നായിട്ട് നടത്തുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികളെ എത്ര അധികം, അതിനേക്കാളധികം. അതുകൊണ്ടാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഉണ്ണാനുള്ളത്, ഉടുക്കാനുള്ളത്, പാർക്കാനുള്ളത് എല്ലാം ദൈവം തരും. And who of you by being worried can add a single hour to his life? And why are you worried about clothing? Observe how the lilies of the field grow. They do not toil, nor do they spin. Praise the Lord. Barry Wilkinson is watching from USA. Thank you, Barry Wilkinson. We are talking about rain. Nowadays, the rain in Kerala area is limited. Today, we got a good rain. That's why I am proclaiming the word, sharing the word for my friends. Thank you for watching my live session. Thank you. May God bless you, Barry Wilkinson. Praise the Lord. അപ്പോൾ അവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തക്ക സമയത്ത് നമുക്ക് നൽകി തരുമെന്നാണ് തിരുവചനം പറയുന്നത്. ആയതിനാൽ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ദൈവം നമ്മളെ അതിശയകരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം എല്ലാം കരുതിയിട്ടുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചിലരോട് കർത്താവ് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായത്, നിങ്ങൾ വയലിലെ ചെടിയെക്കാട്ടിൽ വയലിലെ പുല്ലിനെക്കാട്ടിൽ എത്ര വിശേഷതയുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. ആയതിനാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലത് കരുതിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് പറയുന്നു നിങ്ങൾക്കുള്ളതെല്ലാം കരുതിയിട്ടുണ്ട്. നോക്ക്, ആ മാവില് റൈറ്റ് ടൈമിൽ മാങ്ങ എല്ലാം പൂത്ത് മാങ്ങ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടികളെല്ലാം പുഷ്പിച്ച് ചെടികളിലെല്ലാം
നല്ല പൂ വന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ പുഷ്പിക്കാനുള്ള ഞങ്ങൾ ആകെ കുടിച്ചത് വെള്ളം ഒഴിച്ചു കൊടുത്തു, വളമിട്ടു. എന്നാൽ പൂ കായ്പിച്ചത് കർത്താവാണ്. ഈ ചെടികളിലെല്ലാം പൂ കായ്പിച്ചു. അപ്പോൾ ഫലം തരുന്നത് കർത്താവാണ്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഫലം കർത്താവ് നിശ്ചയമായിട്ടും തരും. നിങ്ങളെ ഒരു മനോഹരമായ പുഷ്പമാക്കി മാറ്റി. നോക്കണം, ഈ മനോഹരമായ ഈ പുഷ്പത്തിന് കളർ കൊടുത്തത് ആരാണ്? ഞങ്ങളാകെ കൂടി മണ്ണ് എടുത്തു. മണ്ണിനകത്ത് ഈ റോസ ചെടി, മുള്ളുള്ള ചെടി നട്ടതേ ഉള്ളൂ. നോക്കണം, മുള്ളുള്ള ചെടിയിൽ ഈ പുഷ്പങ്ങൾ ഇങ്ങനെ വിരിയിപ്പിച്ചത് ആരാണ്? ഇതിന് ഇതളുകൾ ഇത്ര മനോഹരമായിട്ട് കൊടുത്തത് ആരാണ്? നോക്കണം, ഇത് ദൈവത്തിന്റെ അത്ഭുതകരമാണ്. നോക്കണം, ആ റോസയിൽ റോസ് കളറാണെങ്കിൽ ഈ റോസയിൽ മറ്റൊരു കളറാണ്. ഈ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ ഇലകളെല്ലാം പച്ചയാണ്. പക്ഷേ മൊട്ട് വന്നപ്പോൾ അതിന്റെ കളർ നോക്കണം, എന്ത് വ്യത്യാസമുണ്ട്. ഇതുപോലെ നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. ഈ ചെടി നോക്ക്, ഇത് വെറും പച്ചച്ചെടിയാണ്. അതിന്റെ ഇലകളൊക്കെ നോക്ക്, തണ്ട് എല്ലാം നോക്ക്, വെറും പച്ചച്ചെടിയാണ്. പക്ഷേ കേർത്തു വന്നപ്പോൾ ഇതിന്റെ കളർ കണ്ടോ? ദൈവം അതിശയകരമായിട്ടാണ് അങ്ങനെ ഈ ചെടികളെയൊക്കെ ഇത്ര മനോഹരമായിട്ട്, സംസാരിക്കാൻ കഴിയാത്ത ചെടികളെ, പ്രതികരിക്കാൻ കഴിയാത്ത ചെടികളെ, നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ചെടികളെ ഇങ്ങനെ ദൈവം പുലർത്തുന്നെങ്കിൽ, ഇങ്ങനെ മനോഹരമാക്കുന്നെങ്കിൽ നമ്മളെ എത്ര അധികമായിട്ട് മനോഹരമാക്കും. അതെനിക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ മാവൊക്കെ കാണുമ്പോൾ ഞാൻ അതിശയം കൂറും. ആ മാവേല് നിറയെ മാങ്ങയാണ്. കണ്ടോ, മാങ്ങ നിൽക്കുന്ന കണ്ടോ? ഹല്ലേലൂയ. ജസ്റ്റ് ഒരു മാങ്ങാണ്ടി കൊണ്ടിട്ടതേ ഉള്ളൂ. ഒരു മാങ്ങയുടെ വിത്ത്, അല്ലെങ്കിൽ മാങ്ങാണ്ടി, പച്ച മലയാളത്തിൽ മാങ്ങാണ്ടി. പക്ഷെ ഒരു മാങ്ങാണ്ടി ഇട്ടപ്പോഴേക്കും ഹല്ലേലൂയ 10,000 മാങ്ങയാണ് അവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, മുഴുവൻ മാങ്ങ കണ്ടോ? യു ക്യാൻ സീ ദ മാംഗോസ് ഇൻ ദ മാംഗോ ട്രീ. ഇറ്റ്സ് ദ ബ്ലെസ്സിങ് ഓഫ് our Almighty God. How wonderful the work of the God. We have to praise the Lord. Miracle. Thank you, Jesus. അപ്പോൾ ദൈവത്തിന്റെ ആ മനോഹാരിതയെ ഓർത്ത്, അപ്പം നിങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നിരാശപ്പെടരുത്. നിങ്ങളെ ഇത്ര മനോഹരമാക്കുവാൻ തക്ക സമയത്ത് മഴ പെയ്ച്ച് വയലിലെ ചെടികളെയൊക്കെ മനോഹരമാക്കുന്നതെങ്കിൽ നിങ്ങളെ അതിനേക്കാളധികം, എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് ഈ പ്രഭാതത്തിൽ പറയാനുള്ള ദൂത്, നിങ്ങളെ അധികമായി ദൈവം സ്നേഹിക്കുന്നു. ഈ വയലിലെ ചെടിയേക്കാൾ അധികമായി ദൈവം സ്നേഹിക്കുന്നു. ഈ മാവിനേക്കാൾ അധികമായി ദൈവം സ്നേഹിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ഫലം കായ്ക്കും. നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ ചില മലകൾ നീങ്ങിപ്പോകും. വലിയ ചില തടസ്സങ്ങൾ നീങ്ങിപ്പോകും. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ ചില മല പോലെയുള്ള തടസ്സങ്ങളെല്ലാം കർത്താവ് നീക്കിക്കളഞ്ഞ് നിങ്ങളെ ഫലവത്തായ ഒരു വൃക്ഷമാക്കുവാൻ, ധാരാളം ഫലം നിറഞ്ഞു കവിഞ്ഞ് കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കുവാൻ ദൈവാത്മാവിന് കഴിയും. ദൈവവചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കമന്റ് ഇടാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണമല്ലോ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. സമൃദ്ധിയായ ജീവൻ കൊണ്ട്, സമൃദ്ധിയായ നന്മകൾ കൊണ്ട്
അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ശൂന്യാവസ്ഥയിലോ സങ്കടാവസ്ഥയിലോ നിരാശയിലോ ഭാരത്തിലോ ഭയത്തിലോ ഇരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ ആ ഭയത്തെയും നിരാശയെയും സങ്കടങ്ങളെയും ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവിക സമാധാനവും പ്രത്യാശയും വിശ്വാസവും റിലീസ്ഡ് ആകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നന്മ അവർക്കും നന്മയും കരുണയും അവരുടെ ആയുഷ്കാലമൊക്കെയും കർത്താവ് ഈ പ്രിയപ്പെട്ട ജനത്തെ പിന്തുടരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഈ വീഡിയോ കാണുന്നു ആമേൻ കാണുന്ന എല്ലാവരിലും ഈ വചനം ഫ്ലറിഷ്ഡ് ആകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നിറഞ്ഞു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടെയുള്ള വിടുതലുകൾ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ രോഗം സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകൾ അപ്രത്യക്ഷമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.